തിരുവനന്തപുരത്ത് സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന പരാതിയിൽ ദളിത് സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും വന്നത് നീണ്ട മാനസിക പീഡനം. വീട്ടുജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന തിരുവനന്തപുരം പനവൂർ സ്വദേശി ബിന്ദു 39 വയസ്സാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മാനസിക പീഡനം നേരിടേണ്ടി വന്നത്. സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് അമ്പലമുക്ക് സ്വദേശികളായ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് ബിന്ദുവിനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 20 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തു. ഒടുവിൽ മോഷണം പോയെന്ന് പരാതി ലഭിച്ച 18 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാല പരാതിക്കാരിയായ ഗൾഫുകാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി. ഇക്കാര്യം ബിന്ദുവിനെ അറിയിക്കുകയോ പോലും ചെയ്യാതെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിട്ടു. എന്നാൽ FIR റദ്ദാക്കാതെ പോലീസ് തുടർ നിയമ നടപടിക്ക് പോയതോടെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പട്ടികജാതി കമ്മീഷനും ബിന്ദു പരാതി നൽകി. കഴിഞ്ഞ മാസം 23-ാം തീയതി ആയിരുന്നു സംഭവം. കൂലിവേലക്കാരനായ ഭർത്താവും +2-ലും 10-ലും പഠിക്കുന്ന 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന് കടുത്ത മാനസിക സംഘർഷമാണ് ഈ സംഭവം നൽകിയത്. തന്റെ ജാതികളും പ്രശ്നങ്ങളും കൂടിയാണ് താൻ നേരിട്ടതെന്ന് ബിന്ദു പറയുന്നു. ബിന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കവടിയാറിലെ ഒരു വീട്ടിൽ ജോലിക്ക് പോയതിനു ശേഷം വൈകിട്ട് 4 മണിയോടെയാണ് ബസ് കാത്തു നിൽക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത്. പരിചയമില്ലാത്ത നമ്പർ ആയതിന് ആദ്യം എടുത്തില്ല. പക്ഷേ വീണ്ടും വിളിച്ചപ്പോൾ കോൾ എടുത്തു. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടു. അമ്പലമുക്കിൽ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടമായെന്നും വീട്ടുകാർക്ക് എന്നെയാണ് സംശയമെന്നും പോലീസ് പറഞ്ഞു. അവിടെ പണിക്ക് പോയി തുടങ്ങിയിട്ട് 2 ആഴ്ച ആകുന്നേ ഉള്ളൂ. അന്ന് ഞാൻ ആ വീട്ടിൽ ജോലിക്ക് പോയിരുന്നില്ല. മാല ഞാൻ എടുത്തില്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞു. വനിതാ പോലീസ് എന്റെ വസ്ത്രം അഴിച്ച് പരിശോധിച്ചു. മറ്റ് പോലീസുകാർ എന്നെ അസഭ്യം പറഞ്ഞ് മണിക്കൂറോളം ചോദ്യം ചെയ്തു. മാനസികമായി ഏറെ സമ്മർദ്ദം നേരിട്ടു. ഫോൺ ഉൾപ്പെടെ പിടിച്ചുവാങ്ങി വെച്ചു. രാത്രി 9 മണിയോടെ പരാതിക്കാരി സ്റ്റേഷനിലെത്തി. പിന്നീട് സ്റ്റേഷനിൽ നിന്ന് പനയമുട്ടത്തെ എന്റെ വീട്ടിൽ തിരച്ചിലിനായി എത്തിച്ചു. അവിടെയൊക്കെ പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഒടുവിൽ വീണ്ടും സ്റ്റേഷനിലെത്തിച്ചു. എന്നെ സ്റ്റേഷനിൽ ഇരുത്തി ചോദ്യം ചെയ്യുകയും കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ കുടുംബം മുഴുവൻ അകത്താകും എന്ന് ഉൾപ്പെടെ ഭീഷണിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശാരീരികമായി ഉപദ്രവിച്ചില്ലെങ്കിലും പല പ്രാവശ്യവും തല്ലാൻ കൈ ഓങ്ങിയതായും ബന്ധുക്കൾ ഭക്ഷണം കൊണ്ടുവന്നെങ്കിലും എനിക്ക് നൽകിയില്ല. ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ഏപ്രിൽ 23-ാം തീയതി വൈകുന്നേരം കസ്റ്റഡിയിലെടുത്ത എന്നെ 24-ാം തീയതി ഉച്ചവരെ സ്റ്റേഷനിൽ ഇരുത്തി. ഉച്ചയോടെ പരാതിക്കാരി സ്റ്റേഷനിലെത്തി. SIയോട് സംസാരിക്കുമ്പോഴാണ് എന്നെ അതിനു പുറകിൽ പോകുവാൻ പോലീസ് പറയുകയും ചെയ്തു. അമ്പലമുക്കിലും കവടിയാറ് ഭാഗങ്ങളും കാണരുതെന്ന് പറഞ്ഞു പോലീസ് എന്നോട്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലായില്ല. പുറത്ത് എത്തിയപ്പോഴാണ് മോഷണം പോയെന്ന് പറഞ്ഞ മാല അവരുടെ വീട്ടിൽ തന്നെ കിട്ടിയെന്ന് ഭർത്താവ് എന്നോട് പറയുന്നത്. പോലീസുകാർ സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടിരുന്നു. ഞാൻ നേരിട്ട മോശം അനുഭവം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും DGPക്കും പട്ടികജാതി കമ്മീഷനും ബോധിപ്പിച്ചിരുന്നു. DGPയിൽ നിന്നും പട്ടികജാതി കമ്മീഷനിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തൃപ്തിയുള്ള മറുപടിയല്ല ലഭിച്ചത്. മുഖ്യമന്ത്രിയെ കാണാൻ സാധിച്ചില്ല. അഭിഭാഷകനൊപ്പം ഓഫീസിൽ ചെന്നപ്പോൾ P. ശശിയെയാണ് കണ്ടത്. മാല കാണാതെ പോയാൽ വീട്ടുകാർ പരാതിപ്പെടും, പോലീസ് പിടിക്കും. അതൊക്കെ കോടതിയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് എന്ന് ഒപ്പമുണ്ടായിരുന്ന അഭിഭാഷകൻ പറഞ്ഞത്. ഇത്രയും ദിവസമായിട്ട് ആ വീട്ടുകാർ എന്നെ വിളിച്ചിട്ട് പോലുമില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. എന്റെ മക്കളുടെ മുഖമാണ് എന്റെ തീരുമാനം മാറ്റിയത്. എന്റെ ജാതിയാണ് പോലീസുകാരുടെയും വീട്ടുകാരുടെയും പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത്തരത്തിലൊരു സംഭവം ഇനി ആർക്കും ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബിന്ദു വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കൊച്ചിയിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ബാലികയെ തട്ടിയെടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടി കെട്ടിയിട്ട് പോലീസിന് കൈമാറുകയും ചെയ്തു. എറണാകുളം നഗരത്തിൽ തിങ്കളാഴ്ച രാത്രി 7:30യോടെയായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം. നിരവധി കേസുകളിലെ പ്രതിയായ CBI റോഡ് പാലത്തുരുത്ത് ഹൗസിൽ KP പ്രവീണിനെയാണ് 25 വയസ്സ് നാട്ടുകാർ പിടിച്ച് കടവന്ത്ര പോലീസിന് കൈമാറിയത്. ബീഹാർ ദമ്പതികളായ കുട്ടികൾക്ക് നേരെയായിരുന്നു പീഡന ശ്രമം. 8 വയസ്സുള്ള ബാലികയെ വീട്ടുവളപ്പിൽ തനിച്ച് കളിക്കുകയായിരുന്നു. മാതാപിതാക്കൾ ഇളയ കുട്ടിയുമായി ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി പ്രതി കുഞ്ഞിന്റെ വാ പൊത്തിപ്പിടിച്ച് വീട്ടിന് പിൻവശത്തെ ബാത്റൂമിൽ കയറി കുറ്റിയിട്ടു. കുതിരിമാറാൻ ശ്രമിച്ച ബാലികയെ പ്രതിയെ കൈ തട്ടി മാറ്റി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ പ്രവീൺ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആൾക്കാർ കീഴ്പ്പെടുത്തി കെട്ടിയിട്ടു. തുടർന്ന് കടവന്ത്ര പോലീസ് എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്.
കടവന്ത്ര സ്റ്റേഷനിലെ മയക്കുമരുന്ന് കേസിലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ കവർച്ച കേസുകളിലും പ്രതിയാണ് പ്രവീൺ. ഇന്നലെ രാത്രി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കടവന്ത്ര SHO PM രതീഷ്, SI മാരായ ഷാഹീന B ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇടുക്കിയിൽ പെൺകുട്ടി സ്കൂട്ടർ ഓടിക്കുന്നത് കളിയാക്കി കൂട്ടുകാർ പറഞ്ഞതിനാൽ മനോവേദനയിൽ ആത്മഹത്യ ചെയ്തു. സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നതിനിടയിൽ പെൺകുട്ടി ചെറുതായി ഒന്ന് ചരിഞ്ഞു വീണു. ഉടനെ വീണുപോയ പെൺകുട്ടിയെ നോക്കി കൂട്ടുകാർ വട്ടം കൂടി നിന്ന് കളിയാക്കുകയായിരുന്നു. ഈ ചെറുതാക്കൽ തളർന്നുപോയ പെൺകുട്ടി നേരെ വീട്ടിൽ ഓടിപ്പോവുകയും അതിനുശേഷം അറിയുന്നത് മരണവാർത്തയാണ്. സംഭവത്തിൽ അണക്കര ചെല്ലാർകോവിൽ ചിറയ്ക്കൽ റോബിന്റെ മകൾ ഫൗളിൻ ആണ് ദാരുണമായി മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത്. കൂട്ടുകാർ കളിയാക്കുന്നതിന് പിന്നാലെ വീട്ടിലേക്ക് ഓടിപ്പോയ പെൺകുട്ടിയെ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ പെൺകുട്ടിയെ അണക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടുനൽകും. പിന്നാലെ സ്ഥലത്ത് വണ്ടൻമേട് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു.